നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അണ്ണാ DMK BJP സഖ്യം അടുത്ത വർഷം സംജാതമാകുമെന്ന് വീണ്ടും ഉറപ്പ് നൽകുകയാണ് എടപ്പാടി K പളനിസ്വാമി. നമുക്കറിയാം, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, പനീർസെൽവത്തെയും TTV ദിനകരനെയൊന്നും 7 അയലത്ത് അടുപ്പിക്കില്ല. അത്തരത്തിൽ NDA വീണ്ടും വിപുലീകരിക്കാനുള്ള നീക്കമാണ്. NDA വിപുലീകരിച്ചാലും ഇല്ലെങ്കിലും BJPക്കോ AIDMKക്കോ ഇനി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ടാകില്ല എന്ന് വ്യക്തം. അതിന് കാരണമാകുന്നത് DMKയുടെയും അതുപോലെ തന്നെ നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിൻ്റെയും ഒരു നേർക്കുനേർ മത്സരം ഒരുപക്ഷെ പല മണ്ഡലങ്ങളിലും സംജാതമാകാം. DMK നയിക്കുന്ന സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് അത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം നമ്മൾ കണ്ടത്. എന്നാൽ AIDMKയോടൊപ്പം കൂടാതെ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേയധികം സഖ്യകക്ഷികളെ ചേർത്ത് മത്സരിച്ചു. എങ്കിലും 23 സീറ്റുകളിലാണ് BJP മത്സരിക്കുകയും ബാക്കിയുള്ള സീറ്റുകളിൽ സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തതെങ്കിൽ പോലും BJPക്ക് തകർച്ചയായിരുന്നു ഫലം. അണ്ണാമലൈ മത്സരിച്ച കോയമ്പത്തൂരും പൊൻ രാധാകൃഷ്ണൻ മത്സരിച്ച കന്യാകുമാരിയിലും ഒന്നും തന്നെ BJP പച്ച പിടിച്ചില്ല. വലിയ പ്രതീക്ഷയോടുകൂടി ചില മണ്ഡലങ്ങൾ BJP കേന്ദ്രീകരിച്ച് വലിയ റാലിയാണ് നടത്തി നോക്കിയത്. ചെന്നൈയിലും അതുപോലെ തന്നെ കോയമ്പത്തൂരുമൊക്കെ BJP പണം വാരിയെറിഞ്ഞു. വലിയ തോതിൽ പണം ഒഴുക്കിയിട്ട് പോലും BJPക്ക് ഒരു MPയെ പോലും വിജയിപ്പിച്ചെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നും കഴിഞ്ഞില്ല. ഇപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന അവസ്ഥയായപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ഡീലിമിറ്റേഷൻ തന്ത്രം പയറ്റാൻ ശ്രമിക്കുകയാണ്. അതിനെതിരെയുള്ള സ്റ്റാലിൻ്റെ നീക്കമാണ് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നത്. കാരണം BJPക്ക് നന്നായി അറിയാം, ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ BJPക്ക് അനുകൂലമല്ല. കർണാടകത്തിൽ കുറച്ചധികം നാളുകളായി BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും തമിഴ്നാട്ടിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല. 2014 മാത്രമാണ് തമിഴ്നാട്ടിൽ BJPക്ക് ഒരേ ഒരു സീറ്റ് കിട്ടിയത്. 39 ലോക്സഭാ സീറ്റുകൾ ഉള്ളിടത്ത് ആകെ പൊൻ രാധാകൃഷ്ണൻ മാത്രം കന്യാകുമാരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. അവിടെ പോലും വോട്ടിങ്ങിൽ തിരിമറിയുണ്ട് എന്നുള്ള ആരോപണം അദ്ദേഹം അതിശക്തമായി നേരിടുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും AIADMKയുമായി സഖ്യം ചേരുമ്പോൾ DMK പറഞ്ഞ ഒരൊറ്റ ഉത്തരം ഇതാണ്: ആരെങ്കിലും പൊട്ടിത്തകർന്ന ഒരു പാർട്ടിയുമായി സഖ്യം ചേരുമോ? കാരണം തമിഴ്നാട്ടിൽ അണ്ണാ DMKക്ക് ജയലളിതയുടെ മരണത്തോടുകൂടി ഒരു പ്രസക്തിയും ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ വോളണ്ടിയേഴ്സ് ഇല്ല, അവിടെ അനുഭാവികളില്ല. അതുകൊണ്ട് തന്നെ എടപ്പാടിക്ക് പളനിസ്വാമിക്ക് കാര്യമായൊരു വോട്ട് ബേസും ഇപ്പോൾ ഇല്ല. 30% വോട്ട് ഷെയർ ഏത് കൊടുങ്കാറ്റിലും നേടിയിരുന്ന AIDMKയാണ് അതിന് താഴേക്ക് പോയി കൂപ്പുകുത്തിയത്. ഒരുപക്ഷെ ആ ഒരു വോട്ട് ഷെയർ BJP പടിപടിയായി അതിലേക്ക് എത്തുമോ എന്ന ഭയം AIDMKയ്ക്ക് ഉള്ളത് കൊണ്ടാകാം സഖ്യത്തിന് ശ്രമിക്കുന്നത് എന്നാണ് DMKയുടെ പരിഹാസം.